കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭദ്രകാളി ക്ഷേത്രം. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രം തന്നെ. പണ്ട് രാജഭരണകാലത്ത് തെക്കൻ കൊല്ലത്ത് നിന്നും 8 വീട്ടിൽ തറവാട്ടുകാരാണ് അമ്പലം പണിതിരിക്കുന്നത്. ഭദ്രകാളിയെ നാന്തകം എന്ന വാളിൽ ആവാഹിച്ചു കൊണ്ടുവന്ന് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. ഈ ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് തെക്കേ നടയിലൂടെയും പുരുഷന്മാർക്ക് കിഴക്കേ നടയിൽ കൂടെയാണ് പ്രവേശനമുള്ളത്. മീനമാസത്തിൽ, അതായത് ഇംഗ്ലീഷ് മാസം ഏപ്രിലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഈ ഒരു ഉത്സവം കാളിയാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസവും അതുപോലെ കാളിയാട്ട ദിവസവും ആനകളെ അലങ്കരിച്ച് നിർത്തി അതിൻ്റെ മുകളിൽ നാന്തകം എന്ന വാള് എഴുന്നള്ളിക്കാറുണ്ട്. പെണ്ണാനകളെയാണ് എഴുന്നള്ളിക്കാറുള്ളത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രസാദം പൂവും മഞ്ഞളും കുങ്കുമവുമാണ് കേട്ടോ. ദക്ഷിണ കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ഒരു ക്ഷേത്രത്തിൽ സരസ്വതി രൂപവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നവരാത്രി ഉത്സവം ആഘോഷിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ക്ഷേത്രക്കുളം അത്യാവശ്യം നല്ല ആഴുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തുനിന്ന് ഒന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാട്ടോ.